എൻ്റെ പേര് ശ്രീലത. ഞാൻ CDSൻ്റെ വൈസ് ചെയർപേഴ്സണാണ്. മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു. പൊതുപ്രവർത്തനം നടത്തുന്ന ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ്. എൻ്റെ പേര് രേഖ. ഞാനിപ്പോൾ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. കൂടാതെ വികസനാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ലോക്കൽ കമ്മിറ്റി അംഗവും കൂടിയാണ്. CV രാമൻ ഫൗണ്ടേഷൻ ഇന്ന് ഓഗസ്റ്റ് 15-ന് 79ാമത് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാവിലെ മുതൽ ആരംഭിച്ച പരിപാടിയാണ്. രാവിലെ പതാക ഉയർത്തലിന് ശേഷം ഇവിടെ സാറ് നടത്താൻ പോകുന്ന കുറേ പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് A1 പാർക്കിൻ്റെ തറക്കല്ലിടിയിൽ ഇന്ന് രാവിലെ നടന്നു. ഇപ്പം വൈകിട്ട് അമ്മമാരെ ആദരിക്കൽ ചടങ്ങ് നടന്നു. വിദ്യാർത്ഥികൾക്കായിട്ടിന്ന് ഫയർഫോഴ്സിൻ്റെ സെൽഫ് പ്രൊട്ടക്ഷൻ എങ്ങനെയാണെന്നുള്ള അവയർനെസ് നടത്താൻ പോവുകയാണ്. അതേപോലെ തന്നെ ബ്രീത്തിങ് എബിലിറ്റി, ഒരു മനുഷ്യൻ്റെ ശ്വാസകോശം എങ്ങനെയാണ് ശ്വാസോച്ഛ്വാസം നടക്കുന്നത്, എത്ര സമയമാണ് വേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വെള്ളത്തിൽ കിടന്നുകൊണ്ടുള്ള ഒരു ബ്രീത്തിങ് എബിലിറ്റി പരിശോധിക്കുകയും അതിനൊരു അവാർഡ് നൽകൽ ചടങ്ങുകൾ, ഇങ്ങനെ 3 പരിപാടിയാണ് വൈകിട്ട് നടക്കുന്നത്. CV രാമൻ ഫൗണ്ടേഷൻ വർഷങ്ങളായി നമ്മുടെ നാടിൻ്റെ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മുടെ നാടനുഭവിക്കുന്ന അപജയങ്ങൾ, അതിൽ പ്രധാനമായിട്ടും ലഹരിയാണ്. ലഹരിക്കെതിരെ സാറ് ചെയ്യുന്നത് ഓരോ സ്കൂളുകളിലും പോയി നിന്നുകൊണ്ട് ആ ലഹരിക്കെതിരെ കളിക്കളങ്ങളിലേക്ക് വരിക, ലഹരി കളിയാക്കി മാറ്റുക, അതിലേക്ക് കുട്ടികളെ ആകെ തന്നെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പ്രവർത്തനമാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സാറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല CV രാമൻ ഫൗണ്ടേഷൻ ചെയ്യുന്നത് കുട്ടികളെ നല്ല സയൻറ്റിസ്റ്റുകളെ കണ്ടെത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതിലൂടെ കണ്ടെത്തുന്നതിന് വേണ്ടി നല്ല വായനാശീലമുള്ള കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം, പുസ്തകങ്ങൾ കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് പ്രചോദനം കൊടുക്കുന്ന പരിപാടികളൊക്കെ തന്നെ സാറ് ചെയ്യുന്നതായി കാണാനിടയായി. അതേപോലെ തന്നെയാണ് സർവ്വതോന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കുട്ടികളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് CV രാമൻ ഫൗണ്ടേഷൻ ചെയ്യുന്നത്. എനിക്ക് കാണാൻ കഴിഞ്ഞത് വയോധികനായിട്ടുള്ള മജീദ് സാറ് വർഷങ്ങളായി തനിക്ക് കിട്ടിയുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ കണ്ടെത്തുന്നത്. അദ്ദേഹം എൻ്റെ വീട്ടിൽ രാവിലെയൊക്കെ ഞാൻ ഉണരുന്നതിന് മുമ്പായിട്ട് വരാറുണ്ട്. എങ്ങനെയാണ് സാർ വീട്ടിലെത്തിയതെന്ന് ചോദിക്കുമ്പോൾ സാറ് നടന്നാണ് ഇവിടുന്ന് വീട്ടിലെത്തിയ 6 കിലോമീറ്റർ 7 കിലോമീറ്റർ നടന്നു വരിക. ഇപ്പം സാറ് പറയുന്നത് എൻ്റെ പഞ്ചായത്തിനെ അടക്കമുള്ള നാടിൻ്റെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയൊരു പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കായി കേരളത്തിൻ്റെ ആരാധ്യനായിട്ടുള്ള മുഖ്യമന്ത്രി ബഹുമാന്യനായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ അവരെ കാണാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം സാർ ഇട്ടിരിക്കുകയാണ്. ഈ ഒക്ടോബർ മാസം ആരംഭിക്കുന്ന യാത്ര, സെപ്റ്റംബർ മാസം ആരംഭിക്കുന്ന യാത്ര സാറിൻ്റെ ജന്മദിനത്തിൽ ഒക്ടോബർ 10-ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെല്ലുകയും 100 കിലോമീറ്റർ ദൂരം നടന്നാണ് സാറ് അവിടെ എത്തുന്നത്. ഇതാകെ തന്നെ കുട്ടികൾക്കാകെ തന്നെ പ്രചോദനമാണ്. നമ്മുടെ നാട് സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയില്ലേ നാം എല്ലാം ആഗ്രഹിക്കുന്നത്, ഇഷ്ടത്തിന് സമ്പത്ത് കൂടാൻ വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് അല്ലേ. ആരെയും പറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാറിങ്ങനെ കയ്യിൽ വരുന്ന കാശ് കൊടുത്തിട്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്കൊരു വലിയ പ്രചോദനമാണ്. നമ്മൾ കൂടെ നിൽക്കുന്നവർക്കെല്ലാം നല്ല പ്രയോജനമാണ്. അതുകൊണ്ടാണ് ഒരു സന്തോഷവും നല്ല സംതൃപ്തി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് സാറ് വിളിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും ഓടിയെത്താനും, ഏതെല്ലാം പരിപാടി ഉണ്ടായാലും സാറ് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞങ്ങൾ ഓടിയെത്താൻ ശ്രമിക്കുന്നത്. ഇത് നാട്ടിലാകെ തന്നെ ഞങ്ങൾ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രസംഗങ്ങളിലും ഞങ്ങൾ സാറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള മനുഷ്യരാണ് ഇന്നലകളിൽ നാടിനു വേണ്ടി
പ്രയത്നിച്ചുകൊണ്ടിരുന്നത്. ആ പ്രയത്നമാണ് ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് രാജ്യമുണ്ടാകുന്നത്. ആ രാജ്യത്തിൽ എനിക്ക് മക്കളായിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികളോട് ഇന്ന് എനിക്കൊരു ഉപദേശം കൊടുക്കാനുള്ളത്, ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ 79ാമത് വാർഷികമാണ്, ജന്മദിനമാണ്. ആ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഈ നാട് വെറുതെ അല്ല സ്വാതന്ത്ര്യം കിട്ടിയത്. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒട്ടേറെ പോരാട്ടം സംഘടിപ്പിച്ചിട്ടുണ്ട്. അവസാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള പോരാട്ടം 1947 ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നല്ലൊരു ഭരണഘടന നമുക്കുണ്ടായിട്ടുണ്ട്. ആ ഭരണഘടനയിൽ നമുക്ക് ഇരിക്കാനും നിൽക്കാനും ജീവിക്കാനും പറയാനും പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഇഷ്ടമില്ലായ്മയും എല്ലാം നമുക്കുള്ള ഒരു ഭരണഘടനയാണ്. ആ ഭരണഘടന നിലനിൽക്കണം. ആ ഭരണഘടന എവിടെ പോകുന്നോ അവിടെ വെച്ച് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇല്ലാതാകും. അവിടെ ജനാധിപത്യം ഇല്ലാതാകും. ആ ജനാധിപത്യത്തിൻ്റെ കശാപ്പായിരിക്കും വരുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാം ഭരണഘടന പഠിക്കണം, ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പഠിക്കണം, ചരിത്രം പഠിക്കണം. ആ ചരിത്രം പഠിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ചരിത്രത്തെ വളച്ചൊടിക്കുന്ന കാലമാണ്. ആ ചരിത്രം എന്ന് പറയുന്നത് ഇന്നലകളിൽ വേറുള്ളവർ ഉണ്ടാക്കിയതാണ്. വേറുള്ളവർ ഉണ്ടാക്കിയ ചരിത്രമാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പഠിക്കുന്നതെല്ലാം മാർക്കിന് വേണ്ടിയാണ്. അതെല്ലാം ആയിക്കോട്ടെ, പക്ഷെ നാളെ നിങ്ങൾ പുതിയ ചരിത്രം രചിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. അതാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ തരാനുള്ള സന്ദേശം. നല്ലൊരു സുദിനമാണെന്ന് മജീദ് സാറിനെ ഞങ്ങൾ എന്നും ഓർക്കും, പറയും. മജീദ് സാറിനെ പോലുള്ളവർ നിരവധി ആൾക്കാർ ഈ നാടിലുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. സാറിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. എൻ്റെ വൈഫിൻ്റെ മൊബൈൽ എടുത്താൽ ഇപ്പോൾ കാണിച്ചു തരാം. 3:30ക്കാണ് അലാറം വെച്ചിരിക്കുന്നത്. 4 മണിക്ക് സമീർ മോനെ എഴുന്നേൽക്കുക പതിയിടാന്ന് പറഞ്ഞ് പഠിപ്പിച്ച് എൻ്റെ കൈ വരില്ല, എൻ്റെ വൈഫിൻ്റെ കൈ നേരത്തുണ്ട്. അപ്പൊ വൈഫ് സാറിനോടൊപ്പം നിന്നുകൊണ്ട് ആ വൈഫ് സാറിന്റെ ഭാര്യ അമേരിക്കയുടെ റിസർച്ച് സെക്ഷനിലാണ് സാറിന്റെ മകൻ ജോലി ചെയ്യുന്നത്. മകൾ ഒരു വലിയ കമ്പനിയുടെ ഉടമയായി ഗൾഫിൽ ജോലി ചെയ്യുന്നു. അവർ രണ്ടുപേരും കൊടുക്കുന്ന സമ്പത്താണ് സാറ് നിങ്ങൾക്കെല്ലാം വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സാറിന്റെ പിൻഗാമികളായി നല്ല പ്രവർത്തനം നടത്തുക. ആരെങ്കിലും ചെയ്യുമോ ഇങ്ങനെ ഒരു കുളമുണ്ടാക്കി 6 അമ്മമാർക്ക് വേണ്ടി? ഇപ്പൊ ക്ലാപ്പനയാണെങ്കിൽ 35 സെന്റ് സ്ഥലം സാറ് വേറെ കൊടുക്കാൻ പോകും. എല്ലാവരും മനസ്സാണ്. യെസ്. അപ്പൊ ഇന്നത്തെ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തു.